സമ്മതിക്കില്ല. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ കഥ അടയ്ക്കും. കലാമണ്ഡലം സത്യഭാമ ഒട്ടും ധാർഷ്ട്യമില്ല. കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ല മേഡം, താങ്കൾ ഈ പറഞ്ഞതൊക്കെ ഇത്ര വലിയ വിവാദമായിട്ടും ഇതിലൊന്നും ഒരു കുറ്റബോധവും താങ്കൾക്കില്ലേ? ഒരു കുറ്റബോധമല്ലേ. ഞാൻ ഇനിയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കലയായിട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോൾ ഞാൻ സംസാരിക്കും. ഓക്കെ, മാഡത്തിന് ധാർഷ്ട്യം മാത്രമല്ല ഒട്ടും അഹങ്കാരവുമില്ലെന്ന് വ്യക്തമായല്ലോ അല്ലേ? ഒരു മര്യാദയും മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. പറയുന്നതിൽ ഒരു മര്യാദയും മാന്യതയും ഒക്കെ വേണ്ടേ മാഡം? ഇതെന്റെ വീടാ, മനസ്സിലായില്ല? പറയാള് കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഇയാള് ചോദിക്കണം? ഓക്കെ, മാഡം അത്ര കൂളല്ല, സൂക്ഷിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ല മാഡം, താങ്കളുടെ പേരിനൊപ്പമുള്ള കലാമണ്ഡലം എന്ന ടൈറ്റിൽ എടുത്തു കളയണമെന്നുള്ള ആവശ്യം വ്യാപകമായി വരുന്നുണ്ട്. പിന്നെ അതെടുത്ത് കളയാൻ ആരെ കൊണ്ട് സഹിക്കില്ല. ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ടാണ്. അല്ല മാഡം, താങ്കൾ സുന്ദരിയാണെന്ന് ആരാണ് പറഞ്ഞത്? എന്താണിപ്പം അതിന്റെ ഒരു അളവുകോൽ? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണേ. അല്ല, ഞാൻ ഇപ്പൊ 66 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അതെനിക്ക് മതി. ഓക്കെ, അപ്പം ശരി, സമ്മതിച്ചിരിക്കുന്നു. അല്ല, ഈ കലയിൽ ലിംഗവ്യത്യാസവും നിറവ്യത്യാസവും എല്ലാം കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. ഓഹോ, അങ്ങനെയാണോ? ഞങ്ങളൊക്കെ മനുഷ്യരായി മാത്രമേ കാണാറുള്ളൂ. അതിൽ ഈ നിറമൊന്നും കുത്തിക്കേറ്റാറില്ല. ദേ വരുന്നു അടുത്ത ചോദ്യം. കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല. നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ലെ, എന്റെ കുട്ടിയുടെ ചാരിത്രം നോക്കാൻ വന്നേക്കെ. ആഹാ, ബെസ്റ്റ് ഉത്തരം, താങ്ക് യു. RLB ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഓഹോ, വല്ലാത്തൊരു ഡിപ്ലോമയാണല്ലോ അത്. ഈ നൃത്തത്തിൽ ഡിപ്ലോമയേക്കാൾ താഴെയാണോ ഡോക്ടറേറ്റ്? അതും അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണേ. ഇതുവരെ നിങ്ങൾ എന്നെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ. ഈ നിൽക്കുന്ന ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? നേരത്തെ അറിയാതിരുന്നത് വളരെ നന്നായി എന്റെ പൊന്നോ. ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ? മാഡം വലിയ പണ്ഡിതയാണെന്ന് തോന്നുന്നു. ഈ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് മാഡം കറുപ്പും വെളുപ്പും എല്ലാം പറയുന്നത്? നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെ എന്താ? ഇന്നത്തെ കാലത്ത് ഈ നിറമൊന്നും ഒന്നിലും മാനദണ്ഡമല്ലെന്ന് ആരാണാവോ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക?